ഭാരതീയരുടെ മനസ്സിൽ അഭിമാനവും കണ്ണീരും ഒരേപോലെ നിറയുന്ന ദിനം കാർഗിൽ വിജയ് ദിവസ്. 1999 സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ കഠിനമായ തണുപ്പിനെയും ശത്രുവിന്റെ പീരങ്കികളെയും അതിജീവിച്ച് നമ്മുടെ സൈനികർ കുറിച്ച വിജയം. ഈ ദിനത്തിൽ ഭാരതീയരുടെ ഹൃദയവികാരം തൊട്ടറിഞ്ഞ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ധീരന്മാരുടെ അളവറ്റ ത്യാഗത്തെക്കുറിച്ചാണ്. സിനിമയിലെ വെറുമൊരു നടൻ എന്നതിലുപരി ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ ജീവിതവും അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന് മറ്റാരേക്കാളും നന്നായി അറിയാം. ലഡാക്കിലെയും കാർഗിലിലെയും കൊടും തണുപ്പിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച രാജ്യം കാക്കുന്ന ആ യോദ്ധാക്കളെ കുറിച്ച് മോഹൻലാൽ സംസാരിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥതയുടെ ആഴമുണ്ട്. അവരുടെ ഓർമ്മകൾ നമ്മൾ നെഞ്ചിലേറ്റണം, അവരുടെ പാരമ്പര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം കുറിക്കുമ്പോൾ അത് ഓരോ യുവതലമുറയ്ക്കുമുള്ള ആഹ്വാനമായി മാറുന്നു. എന്തായിരുന്നു 1999 കാർഗിലിൽ സംഭവിച്ചത്? നിയന്ത്രണ രേഖ മറികടന്ന ഇന്ത്യൻ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മലനിരകൾ ശത്രുക്കൾ കയ്യേറിയപ്പോൾ ഭാരതം അതിശക്തമായി തിരിച്ചടിച്ചു. ഓപ്പറേഷൻ വിജയ് എന്ന നാമകരണം ചെയ്ത ആ പോരാട്ടം എളുപ്പമായിരുന്നില്ല. മുകളിൽ നിലയുറപ്പിച്ച ശത്രുക്കൾക്ക് നേരെ താഴെ നിന്ന് കുത്തനെയുള്ള പാറക്കെട്ടുകൾ കയറി വീണമായിരുന്നു നമ്മുടെ സൈനികർക്ക് പോരാടാൻ. -ഡിഗ്രി തണുപ്പ്, കയ്യിൽ ആയുധങ്ങൾ, എതിരെ വെടിയുണ്ടകൾ. എന്നാൽ ഭാരതാംബയോടുള്ള സ്നേഹം മാത്രമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരേയൊരു തീജ്വാല. ഏതിൽ മാങ്കേമോറെന്ന് ഉറക്കെ വിളിച്ച് ശത്രുക്കളെ പ്രഹരിച്ച് ക്യാപ്റ്റൻ വിക്രം ബത്രയെ പോലുള്ള ധീരന്മാരുടെ ചോര വീണ മണ്ണാണ് കാർഗിൽ. വയസ്സറിയിച്ചു വരുന്ന പ്രായത്തിൽ സ്വന്തം കുടുംബത്തെയും വീടിനെയും മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ 500-ലധികം ധീരന്മാരെയാണ് അന്ന് ഭാരതത്തിന് നഷ്ടമായത്. അവരുടെ ആത്മാർത്ഥതയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും സമാധാനവും. മോഹൻലാൽ തന്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരുടെ ആത്മാക്കൾ എന്നും നമുക്ക് ധീരതയുടെയും രാജ്യസ്നേഹത്തിന്റെയും വഴികാട്ടിയായി നിലകൊള്ളും. കാർഗിൽ വിജയ് ദിവസ് ഓർമ്മപ്പെടുത്തുന്നത് വിജയത്തെ മാത്രമല്ല, അതിന് പിന്നിലെ വേദനകളെ കൂടിയാണ്. നമ്മുടെ കൊടുമുടികളും അഭിമാനവും തിരിച്ചുപിടിച്ച് സൈനികരുടെ ധീരതയെ സ്മരിക്കുന്നു. സ്വന്തം സ്വാർത്ഥതകൾക്കപ്പുറം രാജ്യത്തിനായി സേവനം അനുഷ്ഠിക്കുക എന്നാൽ എന്താണെന്ന് അവരുടെ ത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജയ് ഹിന്ദ് എന്ന് മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു പോസ്റ്റിലൂടെയോ സന്ദേശത്തിലൂടെയോ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ആദരവ്. അതിർത്തിയിൽ ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്ന ഓരോ സൈനികനുമുള്ള നന്ദി, അവരുടെ കുടുംബങ്ങളോടുള്ള നമ്മുടെ കടപ്പാട്, അതാണ് ഓരോ വിജയ് ദിവസിലും പുനർജനിക്കേണ്ടത്. യുദ്ധങ്ങൾ അവസാനിച്ചേക്കാം, പക്ഷേ യോദ്ധാക്കൾ മരിക്കുന്നില്ല. ജനകോടികളുടെ മനസ്സിലൂടെ അവർ അമരന്മാരായി ജീവിക്കുന്നു. മോഹൻലാൽ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് ഈ ഒരു വാചകത്തോടെയാണ്: ജയ് ഹിന്ദ്. നമുക്ക് വന്ദിക്കാം ആ ധീര യോദ്ധാക്കളുടെ സ്മരണകൾക്ക് മുന്നിൽ തല കുനിക്കാം. അവരൊഴുക്കിയ ചോരയ്ക്ക്, അവരർപ്പിച്ച ജീവിതത്തിന് ഭാരതമെന്നും കടപ്പെട്ടിരിക്കും.